നമ്മുടെ ചട്പട്ടിന്റെയും നട്കട്ടിന്റെയും പാഠത്തിൽ നിന്നും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതിനുള്ളിൽ പറയുന്നുണ്ട്. അതെന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. നോക്കിക്കേ, ചട്പട്ട് എന്ന് പറഞ്ഞാൽ ചേട്ടനായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. നട്കട്ട് എന്ന് വെച്ചാൽ കുഞ്ഞനായിരുന്നു, അനിയനായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ചേട്ടൻ? എന്താണ് ചട്പട്ട്? ബഡാ ആണ്. ബഡാ എന്ന് വെച്ചാൽ എന്താണ്? വലിയവനാണ്. നട്കട്ട് എന്തായിരുന്നു? ചോട്ടയാണ്, ചെറുതാണെന്ന് പറയാം. പിന്നെ എന്താണ്? തേസ് തേസ് ചൽത്താത്ത. നമ്മൾ പറയുന്നുണ്ട് ഏട്ടൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തേസ് തേസ് ചൽത്താത്ത അല്ലെ, നടക്കുന്ന ആളായിരുന്നു. പക്ഷെ അനിയൻ നട്കട്ട് കുസൃതിക്കുട്ടൻ എങ്ങനെയായിരുന്നു? ധീരെ ധീരെ ചൽത്താത്ത, മെല്ലെ മെല്ലെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നു അല്ലെ. പിന്നെ പാഞ്ച്വി കക്ഷാമേ, ചട്പട്ട് കുറച്ച് വലിയവനാണ്, അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയവനോ കുഞ്ഞനോ നട്കട്ടോ അവൻ തീസരി കക്ഷാമേ 3ാം ക്ലാസ്സിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെ അവരുടെ കുറച്ച് സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. നദി മേ തേർന ആത്താ ഹേ, ചട്പട്ടിന് എന്തറിയാം? ചേട്ടൻ എന്തറിയാം? നദി മേ, നദിയിൽ, തേർന ആത്താ ഹേ, നീന്താൻ വേണ്ടിയിട്ട് അറിയാം അല്ലെ. അങ്ങനെയാണ് അവനെ രക്ഷിക്കുന്നത്. അതൊക്കെ ആലോചിച്ചോളാം. പക്ഷെ നമ്മുടെ നട്കട്ടിന് നീന്താൻ അറിയില്ല, ആ കാര്യം ഒന്ന് ആലോചിച്ച് വെച്ചോളാം. പക്ഷെ അവൻ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എന്താണ്? കാഗസ് കി നാവ് ബനാന ആത്താ ഹേ, കാഗസ് കി, ബോട്ട് അല്ലെ, നമ്മുടെ ആ കടലാസ് കൊണ്ട് കാഗസിനുകൊണ്ട് തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നാവ് ഉണ്ടാക്കാൻ വേണ്ടി അറിയുന്ന ആളാണ് ആര്? നട്കട്ട്, ചെറിയവൻ, കുസൃതിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ ചട്പട്ട് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? മാസി ശിക്കായത് കർത്താ ഹേ, എപ്പോഴും അമ്മേനോട് പോയിട്ട് അനിയന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ചട്പട്ട്, വലിയ ഏട്ടൻ എന്ന് പറയുന്നത് അല്ലെ. പിന്നെന്താണ്? നമ്മുടെ നട്കട്ടിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ബാഗ് സേ ആം തോടുത്താ ഹേ, അവൻ എപ്പോഴും കുസൃതിക്കുട്ടനാണ്, നട്കട്ടാണ്, ചെറിയവനാണ്. ബാഗ് സേ, തോട്ടത്തിൽ നിന്നും, ആം തോടുത്താ ഹേ, നമ്മുടെ മാങ്ങയ്ക്കൊക്കെ കല്ലെറിയുന്ന ടൈപ്പാണ് അല്ലെ. മാങ്ങ തോടുത്താഹി, തോടിനാന്ന് വെച്ചാൽ എന്താണ്? പൊട്ടിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നട്കട്ട് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ചട്പട്ടിനെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നുണ്ട്. ചോട്ടേക്ക ഹാത്ത് പക്കറ്റ് കർ ദോഡ്താ ഹേ, നമ്മൾ പറയുന്നുണ്ട് സ്കൂളിൽ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചട്പട്ട്, വലിയ ആള് ഒരു കാര്യം ചെയ്യലുണ്ട്, ചെറിയവന്റെ നട്കട്ടിന്റെ കയ്യും പിടിച്ച് ഒരു ഓട്ടം അങ്ങ് ഓടും അല്ലെ. അപ്പൊ നോക്കിക്കേ, ചോട്ടാക്ക ഹാത്ത് പക്കറ്റ് കർ, കൈ പിടിച്ചിട്ട്, ദോഡ്താ ഹേ, ഓടുന്നു എന്നുള്ള കാര്യം ചട്പട്ടിന്റെ പ്രത്യേകതയാണ്. ഈ നട്കട്ടിനെ കുറിച്ച് ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം പറയാം. ബർഗത് കി ജഡേ പക്കട് കർ ചൂല ചൂൽത്താ ഹേ, ഇതൊക്കെ നമ്മുടെ നട്കട്ട് കുസൃതിക്കുട്ടന്റെ ആ ഒരു പണിയാണ് അല്ലെ. ബർഗത്, നമ്മുടെ ആൽമരത്തിന്റെ ജഡേ, വേരുകൾ, പക്കെടുക്കർ, പിടിച്ചിട്ട്, ചൂല ചൂൽത്താ ഹേ, ഊഞ്ഞാലാടുന്ന ഒരു സ്വഭാവം ഉണ്ടാർക്ക്? കുസൃതിക്കുട്ടനായ ചെറിയവനായ നട്കട്ടിന് അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം എന്തായാലും മക്കൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. സഹി മിലാൻ കരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്, ബൈ.